Hi friends, the Garden എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ അപ്പോൾ എല്ലാവർക്കും കാണാം. ഫ്രണ്ടിൽ തന്നെ 3 പെട്ടി ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ അൺബോക്സിംഗ് ആണ് നമ്മുടെ ചാനലിൽ ചെയ്യുന്ന വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ അൺബോക്സിങ് കുറച്ച് കൂടുതൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻഡോർ പോട്ട്സ്, പിന്നെ കുറച്ച് വളങ്ങൾ, പിന്നെ പ്ലാന്റ്സ്, അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതിന്ന് റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് വേറെ ആരുമല്ല, ഞങ്ങൾ സ്ഥിരം പോകാറുള്ള ഒരു നഴ്സറി അവിടെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അവർക്ക് പുതിയൊരു ഔട്ട്ലെറ്റ് ഇപ്പോൾ വൈറ്റില ജംഗ്ഷനിൽ തുടങ്ങിയിട്ടുണ്ട്. വൈറ്റില ജംഗ്ഷനിൽ ടാറ്റ മോട്ടേഴ്സിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് അതിൻ്റെ ഇത് ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ പറ്റുന്നവരാണെങ്കിൽ അവിടെ ഒന്ന് പോവാം. നല്ലൊരു ഷോപ്പാണ് കേട്ടോ, ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഞാൻ അതിൻ്റെ കുറച്ച് ഇതൊക്കെ സ്റ്റോറി ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചു ഇത് എവിടെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടൊരു വീഡിയോ ഞാൻ പിന്നീട് ഒരു ദിവസം ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഞാൻ കൊടുക്കാം. പിന്നെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ഞാൻ അതിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും അങ്ങനെയുള്ള വാട്സപ്പ് നമ്പറും എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ആവശ്യമുള്ളവർ കയറി പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ അൺബോക്സിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൽ ഈ പെട്ടി തന്നെ തുറക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഈ ബോക്സിൻ്റെ അകത്ത് തന്നെ കുറച്ച് പ്ലാന്റ്സ് എന്തൊക്കെയാണെന്ന് തോന്നുന്നു. ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്, കുറച്ചെന്തോ ഹാങ്ങിങ്ങിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് തുറന്നു നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എടുത്ത പ്ലാന്റ് ഒരു ഹോയ പ്ലാന്റ് ആണ്, ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. ഹോയ എന്ന് പറയുന്നത് ചെറിയ ഫ്ലവറൊക്കെ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ്. അതിൻ്റെ ഒരു ഫുൾ ഗ്രീൻ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ വെരിഗേറ്റഡ് ഇവിടെ ഉണ്ട്, അതിൻ്റെ തന്നെ ഒരു ഫുൾ ഗ്രീൻ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണിത്. പിന്നെ പ്ലാന്റിൻ്റെ ഹെൽത്തിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നമുക്കിനി അടുത്തൊരു പ്ലാന്റ് നോക്കാം. ഇത് കുറച്ചും കൂടെ അല്പം വലുപ്പമുള്ള പ്ലാന്റ് ആണ്, എന്തോ ഹാങ്ങിങ് തന്നെയാണ്. മണി പ്ലാന്റ്, നമ്മുടെ എൻജോയ് പോത്തോസ് ആണിത്. എൻജോയ് പോത്തോസിന് നല്ലപോലെ ഹാങ് ആയ ഒരു പ്ലാന്റ് ആണ്. നല്ല സൈഡിലോട്ടൊക്കെ നല്ല ലഷായിട്ട് വളർന്നൊരു പ്ലാന്റ് ആണ്. ഇനി നമുക്ക് അടുത്ത പാക്കറ്റ് ഒന്ന് നോക്കാം. എന്ത് പ്ലാന്റ് ആണെന്ന് അറിയില്ല, നമുക്കത് തുറന്നു നോക്കാം എന്തായാലും. ഒരു സിങ്കോണിയം വെറൈറ്റി ആണ്, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സിങ്കോണിയം. അത് നല്ലപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ലഷായിട്ട് വളർന്നിട്ടുണ്ട്, നല്ല തിക്കായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അതിൻ്റെ സൈസ് നോക്കിയാൽ തന്നെ കാണാം നിങ്ങൾക്ക്. അതിൻ്റെ അകത്ത് കുറേ സ്റ്റെംസ്, പുതിയ കുറേ ഇളപ്പുകൾ തന്നെ ഉണ്ട് അതിൽ തന്നെ. നമുക്കിനി അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. അടുത്ത് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു സാൻസവേരിയാണ്. അതിൻ്റെ മുകളിൽ ആ ലീഫ് പുറത്തോട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. നല്ല ബിഗ് സൈസ് ആയിട്ടുള്ളൊരു സാൻസേരിയ തന്നെയാണ്. ലീഫിൻ്റെ ഒക്കെ വലിപ്പം തന്നെ കാണുമ്പോൾ അറിയാം, നല്ല ഹെൽത്തിയാണ്, നല്ല വലിപ്പമുണ്ട് പ്ലാന്റിന്. നല്ല പാക്ക് ചെയ്തിട്ട് വിട്ടിട്ടുണ്ട് അവർ. ഇനി ഈ പെട്ടിയിൽ ബാക്കിയുള്ളത് കുറച്ച് പോട്ട്സ് ആണ്, ഹാങ്ങിങ് പോട്ട്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഹാങ്ങിങ്ങിൻ്റെ ക്ലിപ്പും ഉണ്ട്, പിന്നെ കുറച്ച് പോട്ട്സും ഉണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള പോട്ട്സ് തന്നെയാണ്. അപ്പോൾ തീരെ ക്വാളിറ്റി കുറഞ്ഞൊന്നുമല്ല, നല്ല കട്ടിയുള്ള പോട്ട്സ് ഒക്കെ തന്നെയാണ്. നല്ല കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ്, നല്ല മെറ്റീരിയലാണിത്. അപ്പോൾ ഈ ബോക്സിൻ്റെ അകത്തുള്ള എല്ലാ ഐറ്റംസും തീർന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഈ പെട്ടിൻ്റെ അകത്ത് കുറച്ച് കാര്യമായിട്ട് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നത് എടുത്തപ്പോഴും. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തും കുറച്ച് പോട്ട്സ് ഒക്കെയാണെന്ന് തോന്നുന്നു, പോട്ട്സിൻ്റെ ബോക്സ് ഒക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാൻ തുറന്നു. കുറച്ച് പോട്ട്സ് ഒക്കെ തന്നെയാണ്, എന്തോ സെറാമിക് പോട്ടാണെന്ന് തോന്നുന്നു. നല്ലപോലെ തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്, കുറേ കുഷ്യനൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട്. അപ്പോൾ നല്ല സെറാമിക് പോട്ട്സ് ഒക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല വൈറ്റ് സെറാമിക് പോട്ടാണ് ആദ്യം തന്നെ നമ്മൾ തുറന്നത്. അപ്പോൾ ഞാനത് കുറച്ച് ഫിറ്റോണിയൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. പിന്നെ അടുത്ത പോട്ട് ഇതൊരു സെറാമിക് അല്ല, ഇത് മെലാമിൻ വെയർ ആണ്. നമ്മുടെ ഈ ഒരു പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കണ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, മെലാമിൻ, ആ ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ പോട്ട്സ് ആണ്. നല്ല ഭംഗിയുണ്ട്, ഒരു വുഡിൻ്റെ ടെക്സ്ചറൊക്കെ ആയിട്ട് നല്ല കാണാൻ നല്ല രസമാണ് ആ പോട്ട്. ഇനി നമുക്ക് അടുത്തൊരു ബോക്സ് നോക്കാൻ തുറന്ന്. അതിൻ്റെ അകത്ത് എന്തോ സെറാമിക് പോട്ട്സ് ഒക്കെയാണ്. അപ്പോൾ നല്ല ചെറിയ എന്തോ പോട്ടാണ്. ഒരു സെറാമിക് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി ഇതിൻ്റെ അകത്ത് വേറൊരു പോട്ട് കൂടി ഇരിപ്പുണ്ട്, നമുക്ക് അതും കൂടി എന്താണെന്ന് എടുത്ത് നോക്കാം. നല്ല വെയിറ്റ് ഉള്ളൊരു പോട്ടാണെന്ന് തോന്നുന്നു. ഇതെന്താണെന്ന് അത് തുറന്ന് നോക്കാം നമുക്ക്.
നല്ല ഭംഗിയുള്ളൊരു പോട്ടാണ്, നല്ലൊരു ഒരു ടീ കപ്പിൻ്റെയൊക്കെ ഷേപ്പായിട്ട് ഒരു പോട്ട്, കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഉള്ളിൽ ഒരു വലിയ ഡ്രെയിനേജ് ഹോളുണ്ട്, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള പോട്ടാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ നടണ്ടേന്നുള്ളതാണ് ഇനി അടുത്തൊരു പ്രശ്നം. അപ്പോൾ ഇനി വേറൊരു ബോക്സും കൂടെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, പെട്ടിക്കുള്ളിൽ നിറച്ച് പെട്ടിയാണ്. അപ്പോൾ ഇനി അതൊക്കെ തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തും നേരത്തെ കണ്ട പോലെ തന്നെ 2 പോട്ട്സ് ഉണ്ട്, ഒരു ചെറിയ പോട്ട്സ്. അപ്പോൾ മറ്റേ ആദ്യം നമ്മൾ തുറന്ന പോലെ തന്നെ വേറൊരു പോട്ട്, അതിൻ്റെ അതിനൊരു വേറൊരു ഗ്രീൻ കളറിലെ ഷെയ്ഡായിട്ടുള്ളൊരു പോട്ടാണ്. അപ്പോൾ നല്ല രസമുണ്ട്, രണ്ടും നല്ല ഭംഗിയുള്ള പോട്ടാണ്. നല്ല സെയിം ഡിസൈൻ തന്നെ 2 കളറായിട്ട് നല്ല ഭംഗിയാണ് രണ്ടും കാണാൻ. നമുക്ക് ഈ പെട്ടിയിലെ ലാസ്റ്റ് ഒരു പോട്ടും കൂടെ ഉണ്ട്, അതും കൂടെ എന്താണെന്ന് നോക്കാം. അപ്പോൾ അത് നല്ലൊരു വെയിറ്റ് ഉള്ള പോട്ടാണ്, നല്ല കട്ടിയുള്ള നല്ല കളറിൽ ഡിസൈനൊക്കെ കൊടുത്തിട്ട് നല്ലൊരു പോട്ടാണ്. അപ്പോൾ ഞാൻ ഈ പോട്ട് ഇവിടെ എടുത്ത് പുറത്ത് വെച്ചപ്പോഴും ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മ വന്ന് പറഞ്ഞു, നമ്മുടെ ഈ പണ്ടത്തെ ഈ മാങ്ങായൊക്കെ ഉപ്പിലിടുന്ന ഭരണിയാണ് ഇപ്പോൾ ചട്ടിയായിട്ട് വരുന്നതെന്ന് തോന്നണം എന്നൊക്കെ പറഞ്ഞു ഉമ്മ വന്ന് പറഞ്ഞിട്ട് പോയി. ശരിക്കും അതേപോലത്തെ ഒരു ലുക്കൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ പോട്ടിന്. പക്ഷെ നല്ല ഭംഗിയാണ്, ചെടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാണാൻ നല്ല രസമാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബോക്സും കഴിഞ്ഞു, ഇനി നമുക്ക് ലാസ്റ്റത്തെ ബോക്സ് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് പ്ലാസ്റ്റിക് പോട്ട്സൊക്കെയാണ്, നല്ല കളർഫുള്ളായിട്ടുള്ള പോട്ട്സൊക്കെയാണ് തോന്നുന്നു. നല്ലൊരു പർപ്പിൾ കളറിലെ പോട്ട്സൊക്കെ ഇരിപ്പുണ്ട്. ഇതൊരു ആദ്യത്തേത് ഒരു ഹാഫ് പോട്ടാണ് കേട്ടോ. ഇത് നമുക്ക് ഈ മതിലൊക്കെ മൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റിയ, മതിലൊക്കെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റിയൊരു പോട്ടാണ്. അതിൻ്റെ ഒരു 3 ഷെയ്ഡ്, നല്ല ക്വാളിറ്റി ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് നോർമൽ പോട്ട്സിൻ്റെ കളർഫുള്ളായിട്ടുള്ളതൊക്കെയാണ്. അതിൻ്റെ ചെറിയ കുറച്ച് പോട്ട്സ് ഉണ്ട്, സക്കുലൻ്റ് മണി പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റിയതാണെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ തന്നെ കുറച്ച് വലിപ്പമുള്ള വൈറ്റ് കളറിലെ പോട്ടാണ് പിന്നെ ഉള്ളത്. നല്ല മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള, നല്ല കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള പോട്ട്സൊക്കെയാണ്. പിന്നെ പോട്ട്സ് ആയിട്ടുള്ളത് കുറച്ച് സെൽഫ് വാട്ടറിങ് പോട്ട്സ് എന്തൊക്കെയാണെന്ന് തോന്നുന്നു. അതന്നെ സെൽഫ് വാട്ടറിങ് ആണ്, ഒരു പിങ്ക് കളറിലെ സെൽഫ് വാട്ടറിങ് പോട്ട്സാണ്, ഉള്ളിൽ വേറെ പോട്ടൊക്കെ വരുന്ന ടൈപ്പ്. പിന്നെ ഉള്ളത് അതിൻ്റെ തന്നെ കുറച്ചും കൂടി വലിപ്പമുള്ള വൈറ്റ് കളറിലെ പോട്ടാണ്, അതും സെൽഫ് വാട്ടറിങ് തന്നെയാണ്, കുറച്ചും കൂടെ സൈസ് ഉണ്ട് നേരത്തെ കണ്ടതിനേൽ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പോട്ട്സിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് വളങ്ങളൊക്കെയാണ് ഉള്ളത്, പ്ലാൻ മീഡിയവും വളങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനെ കുറച്ച് ക്ലേ ബോൾസ് ഉണ്ട്. ക്ലേ ബോൾസ് ഇപ്പോൾ നമ്മൾ വാട്ടറിൻ്റെ ഒരു കണ്ടൻറ്റ് പിടിച്ച് നിർത്താനും അങ്ങനെ പിന്നെ ഡ്രെയിനേജിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്ലേ ബോൾസ് പോട്ട് മിക്സിൽ യൂസ് ചെയ്യുന്നത്. അത് തന്നിട്ടുണ്ട്, നല്ല ക്ലേ ബോൾസ് ആണ്. പിന്നെ കുറച്ച് വെർമിക്കുലേറ്റ് ഇപ്പോൾ കൂടുതലുള്ളവർക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല, ഇതൊരു റോക്കിൻ്റെ പൊടിയാണ്, ഒരു കല്ലിങ്ങനെ പൊടിച്ച് നാച്ചുറലായിട്ടുള്ള സാധനമാണ്. പ്ലാന്റ്സിനൊക്കെ നല്ലതാണ്, അതിൻ്റെ കുറേ ഗുണങ്ങളുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഗുണങ്ങളുണ്ട് വെർമിക്കുലേറ്റിന്. അപ്പോൾ അതൊക്കെ ഇവരിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ ഞാൻ ലിങ്കൊക്കെ അടിയിൽ കൊടുക്കാം, ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ കൊടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്താൽ മതി. പിന്നെ ഉള്ളത് കുറച്ച് എല്ലുപൊടി എന്ന് പറഞ്ഞാൽ ഇത് ഇവരുടെ തന്നെ ബ്രാൻഡാണ്, മിറാക്കിൾ എന്ന് പറയുന്ന ഇവരുടെ തന്നെ ബ്രാൻഡാണ്. നല്ല ഫസ്റ്റ് ക്വാളിറ്റി വളങ്ങളൊക്കെയാണ് ഇവരിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഹോൾസെയിലും റീറ്റെയിലൊക്കെ ഉണ്ട് ഇവർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഇതിൻ്റെ ഹോൾസെയിലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാം. അപ്പോൾ ഫോൺ നമ്പറെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഉള്ളത് കുറച്ച് വേപ്പിൻ പിണ്ണാക്കാണ്, അതും ഈ മിറാക്കിൾ എന്ന് പറയുന്ന ഇവരുടെ തന്നെ ബ്രാൻഡാണ്. പിന്നെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണേലും ഇവർ എത്തിച്ചു തരും, ഓൾ കേരള ഡെലിവറി ഒക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും കോൺടാക്ട് ചെയ്യാം, ഞാൻ നമ്പറും എല്ലാ കാര്യവും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതോടുകൂടി നമ്മുടെ ബോക്സ് എല്ലാം കാര്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ നിർത്താൻ സമയമായി. അപ്പോൾ പർച്ചേസിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലോട്ട് അടുത്ത ആഴ്ച വരാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.